രണ്ടാമതായിട്ട് നമ്മൾ നോമ്പിൽ എന്തൊക്കെ ചെയ്യും? പ്രാർത്ഥനയോ കഴിയുമ്പോൾ പിന്നെന്താ? നിങ്ങൾ ഉപവസിക്കുമെന്ന് പറഞ്ഞല്ലേ? എന്താണ് ഈ ഉപവാസം? എന്താണ് ഈ ഉപവാസം? എന്തത്? ഉപവസിക്കുക എന്ന് പറയുന്നത് ഉപവസിക്കുക, അവനോട് ഒപ്പം ആയിരിക്കുക, ദൈവത്തോട് ഒപ്പമായിരിക്കുന്ന അവസ്ഥയാണ് ഉപവസിക്കുക, അവനോടൊപ്പം വസിക്കുന്ന അവസ്ഥ. നമ്മുടെ തമ്പുരാന് ലഭിച്ച ഈ പരീക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ആദ്യത്തെ അവൻ്റെ പ്രലോഭനത്തിൻ്റെ ഒന്നാമത്തെ പ്രലോഭനം എന്തായിരുന്നു? കല്ല്. 40 ദിവസം കഴിഞ്ഞപ്പോൾ പ്രലോഭകൻ വന്ന് പറയുകയാണ്, ഈ കല്ല് അങ്ങ് അപ്പമാക്കിയേക്കാം. നമ്മളായിരുന്നു എന്തോ ചെയ്തേനെ? 40 ദിവസം ഉപവസിച്ച് വിശന്നിരിക്കുമ്പോൾ എന്നാ പിന്നിത് അപ്പമാക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. തമ്പുരാൻ എന്തോ മറുപടി പറഞ്ഞേ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അതിരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. നിന്റെ ദൈവത്തിൻ്റെ പക്കലിരുന്ന് നീ നല്ല ഭാഗം തിരഞ്ഞെടുത്ത് അവൻ്റെ വചനത്തെ സ്വീകരിക്കുമ്പോൾ നിന്റെ ശാരീരികമായ ആവശ്യങ്ങൾ, നിന്റെ ബലഹീനതകൾ, നിന്റെ കുറവുകളൊന്നും നിനക്ക് ഒരു കാര്യമായിട്ട് ഭവിക്കുകയില്ല. നിനക്ക് വിശപ്പോ ദാഹമോ അനുഭവപ്പെടുകയില്ല. നിന്റെ ശാരീരികമായ ആവശ്യങ്ങൾ, ബലഹീനതകൾ തമ്പുരാന്റെ സന്നിധിയിൽ ഒരു കാര്യമായിട്ട് നിനക്ക് പരിഗണിക്കേണ്ടി വരുന്നില്ല. ബാക്കിയെല്ലാം ആര് നോക്കിക്കൊള്ളും? തമ്പുരാൻ നോക്കിക്കൊള്ളും. അവനോടൊപ്പം ആയിരിക്കണം. ഈ 40 ദിവസവും പിതാവായ ദൈവത്തോടൊപ്പം തൻ്റെ പരശുശ്രൂഷയ്ക്ക് ഉതകുന്ന വിധത്തിൽ ശക്തി നേടുവാൻ തക്കവണ്ണം ഒരുങ്ങുവാൻ വേണ്ടി തമ്പുരാന് പിതാവിനോടൊപ്പമായിരിക്കുന്ന അവസ്ഥയിൽ കഴിഞ്ഞിട്ട് എന്താണ് ഇറങ്ങി വരുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? പ്രലോഭകനാണ് അടുത്ത് വരുന്നത്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ വചനത്തെ എത്രമാത്രം സ്വീകരിക്കുന്നുവോ അത്രമാത്രം നമ്മൾ തമ്പുരാന്റെ പക്കലേക്ക് അടുത്ത് വരുന്ന അവസ്ഥയാണ്. ഇതാണ് ഉപവസിക്കുക. അല്ല, നിങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കിയത് കൊണ്ടോ നിങ്ങൾ ത്യജിച്ചത് കൊണ്ടോ ഇത് പൂർണ്ണതയിലെത്തുന്നുണ്ടോ? ഇല്ല. നിങ്ങളതിന് ഒന്നാമത്തെ പടി, ഒരു പ്രതീകം എന്നോണം ഞാൻ അതിന് ഒന്നാമത്തെ പടി മാത്രമാണ്. എന്ത്? നമ്മൾ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കി, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി നമ്മൾ ത്യാഗപൂർവ്വമായിരിക്കും. അതൊരു ത്യാഗം തന്നെയാണ്. പക്ഷേ അത് പൂർണ്ണതയിലെത്തുന്നത് എപ്പോഴാണ്? പുണ്യവാനായ പരിശുദ്ധ അപ്രേം പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്: പ്രാർത്ഥനയും ഉപവാസവും നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ചിറകുകളാണ്. പ്രാർത്ഥനയില്ലാത്ത ഉപവാസമോ ഉപവാസമില്ലാത്ത പ്രാർത്ഥനയോ നമ്മെ സ്വർഗത്തിൽ എത്തിക്കുന്നില്ല. അപ്പോൾ ഇവ രണ്ടും നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്യണം? ഒരുപോലെ കൊണ്ടുപോകാൻ തക്കവണ്ണം എന്താണ് നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിനോട് ഒപ്പമായിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ തമ്പുരാനോട് എല്ലാം ചേർന്ന് ജീവിച്ച് പുണ്യപ്രവർത്തികളായിരുന്നു കൊണ്ട് ഈ പരിശുദ്ധമായ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ എല്ലാം ചെയ്ത് നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് ചിട്ടയിലാക്കി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? സാധാരണ എന്താണ് സംഭവിക്കുക? ശരിയാ, നിങ്ങളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, വീണ്ടും വീണ്ടും പഴയ പോലെ ആവും. തമ്പുരാൻ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു ഉപമയിലൂടെ പറയുന്നുണ്ട്. അശുദ്ധാത്മാവിനെ ഒഴിവാക്കിയതിന് ശേഷം, പുറത്താക്കിയതിന് ശേഷം വീടൊക്കെ അടിച്ചു വാരി ഇട്ടേക്കുന്ന ഒരു ഉപമ. അത് കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? എന്താണ്? അവനെ പുറത്താക്കി കഴിയുമ്പോൾ
എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതവും പരിശുദ്ധ നോമ്പിലൂടെ നിങ്ങൾ ശക്തി ആർജിച്ച് അടിച്ചു വാരി വൃത്തിയാക്കി നന്മയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഒന്നാമത്തെ കാലെടുത്ത് വെച്ചു. തമ്പുരാൻ എന്തോ പറയുന്നേ? ഈ അശുദ്ധാത്മാവ് അവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് തിരിച്ചു വരുമ്പോ അവൻ നോക്കിയപ്പോൾ എന്താ സംഭവിച്ചേ? വീടൊക്കെ വൃത്തിയാക്കി ഇട്ടേക്കുന്നു. അപ്പൊ അവൻ എന്ത് വിചാരിച്ചേ? ഓ, കുറേ പണിയുണ്ട് ഇവിടെ, ഞാനിവിടെ ഇറങ്ങിപ്പോയതുപോലല്ല ഇപ്പൊ ഇത് കിടക്കുന്നത്. പണ്ടാണെങ്കിൽ ഓൾറെഡി വലിച്ചു വാരി ഇട്ടേക്കുന്നത് കൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നോ? നേരത്തെ തന്നെ എല്ലാം വലിച്ചു വാരി നശിപ്പിച്ചിട്ടേക്കുമായിരുന്നു. ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും നശിപ്പിക്കാനുണ്ടോ? പ്രത്യേകിച്ച് പണിയില്ല. അപ്പോൾ ഈ പുറത്തുപോയ അശുദ്ധാത്മാവ് എന്താണ് ചെയ്തത്? ഒരുപാട് പണിയുള്ളത് കൊണ്ട് പോയിട്ട് അവനെ പോലെ 7 പേരെയും കൂടെ കൊണ്ടുവന്ന് വീണ്ടും അവനെ പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുകയാണ്. ഈ നോമ്പിൽ നമ്മൾ വിചാരിക്കരുത് ശാശ്വതമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങണമെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ. നിരന്തരമായ പരിശ്രമം വേണം. നമ്മൾ വിചാരിക്കരുത് ഇന്ന് നമ്മൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് പരിശുദ്ധമായി ജീവിക്കാൻ നമ്മൾ തീരുമാനം എടുത്തു തുടങ്ങുമ്പോൾ വേറെ ഒരാളും കൂടെ തീരുമാനമെടുക്കും. ആരെടുക്കും? അന്ധകാര ശക്തി നിനക്കെതിരായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്തിനാ? 7 പേരെ കൂടെ നിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വീണ്ടും നിന്നെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം തീരുമാനമെടുത്തു. ഈ തീരുമാനത്തിൽ നമ്മൾ വീണു പോകരുത്. ഇതിനാണ് പരിശുദ്ധ നോമ്പ് നടത്തി അനുഷ്ഠിച്ച് ശക്തി പ്രാപിച്ച് ആയുധം ധരിച്ച് പോരാടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ അന്ധകാര ശക്തികൾക്കെതിരെ നീ എന്ത് ചെയ്യണം? വീണ്ടും ആയുധം ധരിച്ച് ഇറങ്ങണം. എങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ നിനക്ക് വീണ്ടും അടിച്ചു വാരി സജ്ജീകരിച്ച പരിശുദ്ധിയുടെ നിർമ്മലതയുടെ ജീവിതമാക്കി മാറ്റാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവർ, ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ എപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ആത്യന്തികമായ ഒരവസ്ഥയിൽ വന്ന് നിൽക്കുമെന്ന്. ജ്ഞാനസ്നാനം കഴിഞ്ഞ് അല്ലെങ്കിൽ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങി വന്ന് തമ്പുരാൻ്റെ അടുത്ത് ആരാദ്യം വന്നേ? പ്രലോഭകനാ വന്നേ. തമ്പുരാൻ പ്രലോഭനത്തെ അതിജീവിച്ചു. നമ്മളായിരുന്നെങ്കിലോ? പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? ഉണ്ടോ? വീണു പോകരുത്.